Hello guys, welcome back to my YouTube channel. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിഫ്ത്ത് സെമിസ്റ്റർ BA ഇംഗ്ലീഷിന് സബ്ജക്റ്റായ ലിറ്റററി തിയറിയുടെ ഒരു ടോപ്പിക്കാണ് ഇക്കോ ക്രിറ്റിസിസം. സോ ഇക്കോ ക്രിറ്റിസിസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടെക്സ്റ്റിലെ പേജ് നമ്പർ 141 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ വേൾഡ് ഈസ് സബ്ജക്റ്റ് ടു അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് പൊല്യൂഷൻ, കണ്ടാമിനേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇനീഷ്യേഷൻ, ബയോ ഡിസാസ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെ വേൾഡ് എങ്ങനെയാണ്, ഒരുപാട് കണ്ടാമിനേഷൻസും പൊല്യൂഷൻസും ബയോ ഡിസാസ്റ്റേഴ്സും ഒക്കെ എങ്ങനെയാണ്, ഒക്കെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണല്ലേ. ദെൻ കണ്ടംപററി ടൈം ഹ്യൂമൻ ബീയിങ്സ് ആർ എഫക്റ്റ്ലി ഇൻക്ലൂഡ് ഇൻ എക്കോസൈഡ്. സോ കണ്ടംപററി മുൻകാലത്തൊക്കെ ഹ്യൂമൻ ബീയിങ്സും ഈ ഒരു സംഭവത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് എക്കോസൈഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് നേച്ചർ എൻവയോൺമെൻറ്റ് ബൈ ഹ്യൂമൻസിൻ്റെ വഴി അത് നശിപ്പിച്ചിരുന്നു ഒരുപാട്. Okay, so within the ambience of uncontrolled capitalism, where profit-oriented and disappropriation, manipulation of nature exists along with the development plan and environmental endangerment and activity involved has been long been anticipated. സോ ഹിയർ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസം അതിലൂടെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേച്ചറിനെ ഒരുപാട് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ആർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നേച്ചറിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, റേച്ചൽ കാഴ്സൺ സൈലൻറ്റ് ഇൻ 1962. സോ ഇദ്ദേഹം ഇതിൽ വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് റേച്ചൽ കാഴ്സൺ സൈലൻസ് സ്പ്രിങ് എന്ന് പറഞ്ഞ ബുക്ക് 1962 അദ്ദേഹം പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ ഒരു എക്കോളജിക്കൽ കൺസേൺസ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ വളരെ ഡീപ്പായിട്ട് സ്പ്രെഡ് ആയിട്ടുള്ളത്. Okay, criticism tries to find out how environment and ecological issues are addressed in our ലിറ്റററി എൻഡാവ്മെൻറ്റ്സ്. സോ എങ്ങനെയാണ് ഈ എൻവയോൺമെൻറ്റും അതുപോലെ എക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ക്രിറ്റിസിസ് ആയിട്ടുള്ള ലിറ്റററി ആയിട്ടുള്ള ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വില്യം റൂക്കേറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ടേം കോയിനേജ് ഇക്കോക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ടേമിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് വില്യം റൂക്കേറ്റ് ആണ്. സോ 1978 അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ടുഡേ നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇക്കോളജി കൺസെപ്റ്റ് ടു സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. സോ ഇതിലൂടെ ഇക്കോളജിക്കൽ കൺസെപ്റ്റ് ലിറ്ററേച്ചറിൻ്റെ സ്റ്റഡിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ഹിയർ വി ക്യാൻ സീ Godfield is a person or founding theorist of ecocriticism, defines it as a study of relationship between literature and the physical environment. ഇവിടെ ലിറ്ററേച്ചറും അതുപോലെ ഫിസിക്കൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള സ്റ്റഡീനെ ഇദ്ദേഹമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, Ecocriticism gives special importance to nature writing outside the domain of fiction. They both incorporate and apply scientific and ecological. സോ ഇവിടെ എന്താ പറയുക, ഈ എക്കോക്രിറ്റിസിസം എന്ന് പറയുന്നത് നേച്ചറിന് നല്ല രീതിയിലുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇക്കോക്രിറ്റിക്സ് ഡു നോട്ട് ലിമിറ്റ് ദെയർ എൻക്വയറി ആൻഡ് അനലൈസ് വിത്തിൻ ദ ഡിസിപ്ലിനറി ബോണ്ട്. സോ എക്കോക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ലിമിറ്റ്, അതിനൊരു ലിമിറ്റ് ഇല്ല അല്ലേ. ഡു നോട്ട് ഹാവ് എനി ലിമിറ്റ് ഓൺ ദെയർ എൻക്വയറീസ് ആൻഡ് അനലൈസസ് വിത്ത് ദ ഡിസിപ്ലിനറി ബൗണ്ട് അല്ലേ, അവിടെ ഒരു ലിമിറ്റ് ഇല്ല. ഓക്കെ, Kate Soper impatient declaration in her book What is Nature 1995. So it's not a language which has a hole in its ozone layer. The activist modus has taken here. So അവർ പറയുന്നത് അവരുടെ ബുക്ക് വാട്ട് ഈസ് നേച്ചർ എന്ന് പറയുന്ന ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യക്കോട്ടിനെ പറ്റിയിട്ടാണ് 1995 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, then ecocritics orientation towards
the combination with a rejection of notation of the text being socially or linguistically constructed as super text. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സോഷ്യലി അല്ലാന്നുണ്ടെങ്കിൽ ലിംഗ്വിസ്റ്റിക്കലി ഒരു റിജക്ഷൻ കോമ്പിനേഷൻ ചെയ്യാണ്. Modern environment activists believe that the history movement of origin of thoughts upon the environment would be during the 18th century, when mankind had started looking critically at the impact of industrialization. സോ മോഡേൺ എൻവയോൺമെൻറ്റിലെ ആക്ടിവിസ്റ്റ് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഹിസ്റ്ററി മൂവ്മെൻറ്റ് 18ാം നൂറ്റാണ്ട് മുതലാണ് അത് എന്താ പറയുക നോക്കിക്കാണാൻ തുടങ്ങിയത്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇമ്പാക്റ്റ് കാണുമ്പോൾ അത് നോക്കിക്കാണായിരുന്നത്. എക്കോക്രിറ്റിക്സ്, അപ്പോൾ കുറച്ച് എക്കോക്രിറ്റിക്സിൻ്റെ പേര് പറയുന്നുണ്ട്. ഗോൾഡ്ഫെൽഡ്, ലോറൻസ് ബുൾ, ഗ്രാരറ്റ് മാർക്സ് 2 phases. ഇവർ 2 phases മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ദ ഫസ്റ്റ് വേവ് ഫേസും സെക്കൻഡ് വേവ് ഫേസ്. ഫസ്റ്റ് വേവ് ഫേസ് 1918 സെഞ്ച്വറിയിലാണ്. അത് എന്ന് പറയുമ്പോൾ പ്രീ ഒക്കുപ്പേഷൻ്റെ ഫേസിന് this phase began with pre-occupation ഫേസിൻ്റെ മുന്നേ നടന്നതാണ്. വിത്ത് ദ നേച്ചർ റൈറ്റിംഗ് ആൻഡ് സെർച്ച് ഫോർ നേച്ചർ ഇൻ ടെക്സ്റ്റ്. ഇവിടെ നേച്ചർ റൈറ്റിങ്ങും നേച്ചറിൻ്റെ ടെക്സ്റ്റും ആണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ നമുക്കിവിടെ അത് മാത്രമല്ല സയൻറ്റിഫിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഇൻഫോമിനെ കുറിച്ച് പറയുന്നുണ്ട്. Buell says that satirists of this period was to stand up and act to nature. സോ ഇവിടെ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് നേച്ചറിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് സെക്കൻഡ് വേവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേവിനെ ഫോളോ ചെയ്തതാണ്. അതിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പീരീഡിൽ പുതിയ പുതിയ കൺസേൺസ്, പുതിയ പുതിയ ക്ലാഷുകൾ, അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ്, പൊളിറ്റിക്കൽ വെൽഫെയർ, ഓരോരോ ഫേസസ് ഓഫ് ഡീപ്പ് ഇക്കോളജി ക്രൈസിസ് ഒക്കെ വരാൻ തുടങ്ങി. അത് മാത്രമല്ല അതിൽ ക്ലൈമാറ്റിക് ചേഞ്ചസും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആയി. Ecocriticism has been influenced by critical theorists like feminism and Marxism. So, and enhance its own study. So, ecocriticism ഏതൊക്കെ ക്രിട്ടിക്കൽ തിയറീസിന് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്? ഫെമിനിസം, മാർക്സിസം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫെമിനിസത്തിലും മാർക്സിസത്തിലും എന്ത് വരുന്നുണ്ട്? ഇവിടെ ഈ വർക്കേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാണാം. So, and also the environment issues are as inherent connection to social and political issues like exploitation, greed of capital, economics, social justice, livelihood of aboriginals, human rights and gender justice. So, ഡേ ബൈ ഡേ ഇതിനൊരു കണക്ഷൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയ എക്സ്പ്ലോട്ടേഷൻ, ചൂഷണങ്ങൾ, പിന്നെ അതുപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയോടുള്ള ആക്രാന്തം, സോഷ്യൽ ജസ്റ്റിസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, പിന്നെ ലിവ്ലിഹുഡ് ഓഫ് അബോറിജിനൽസിൻ്റെ ലിവ്ലിഹുഡ്, പിന്നെ അതുപോലെ ഹ്യൂമൻ റൈറ്റ്, ജെൻഡർ ജസ്റ്റിസ്. സോ ഇതൊക്കെ കണക്റ്റഡായി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡീപ്പ് ആൻഡ് ഷാലോ എക്കോളജി. So here we can see that ecology is a branch of science that studies the interrelationship of living organism and their physical environment. So here we can see this ecology എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്, എന്തിൻ്റെ ബ്രാഞ്ചാണ്? സയൻസിൻ്റെ ബ്രാഞ്ചാണ്. The study that interrelationship of living organism and their physical environment. സോ എക്കോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അവിടെ സ്റ്റഡീസ് എന്തൊക്കെ നടക്കുന്നത്? ഇൻ്റർ റിലേഷൻഷിപ്പ്, ആ ലിവിങ് ഓർഗാനിസം അതുപോലെ നോൺ ലിവിങ് ഓർഗാനിസം തമ്മിലുള്ള ലിവിങ് ഓർഗാനിസം പിന്നെ അതുപോലെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പാണ് അവിടെ പറയുന്നത്. ഡീപ്പ് ആൻഡ് ഷാലോ എക്കോളജി ആർ ദ 2 philosophical approach of nature. ഡീപ്പും അതുപോലെ ഷാലോ എന്ന് പറയുന്നത് എന്താണ്? 2 ഇമ്പോർട്ടൻറ്റ് ഫിലോസഫിക്കൽ അപ്രോച്ചസ് ആണ് നേച്ചർ. ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ബയോസെൻട്രിക്കൽ അല്ലെങ്കിൽ റീഓറിയൻറ്റേഷൻ ഹ്യൂമൻ തോട്ട്സിനെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അത് ഡിനോട്ട് ചെയ്യുന്ന സോഷ്യൽ മൂവ്മെൻ്റ് ആണ്. ഡീപ്പ് എക്കോളജിസത്തിൽ എന്താണ്? അവർ തിങ്കിങ് ഉണ്ട്, പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, പിന്നെ ആക്ഷൻസ് ഒക്കെ എന്താണ്? ലോക്കലേറ്റഡ് മാൻ ആൻഡ് സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ആണ്. ദിസ് anthropocentrical attitude should be radically changed to ensure ecology. The term coined by Norwegian philosopher
ആറൻ നൈസി ഇൻ എസ് എ 1973. അദ്ദേഹമാണ് 1973 അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ ഈ ഒരു എക്കോളജിയിലെ കാര്യങ്ങൾ പറഞ്ഞത്. ഡീപ്പ് എക്കോളജീനെ ഫണ്ടമെൻ്റൽ റീതിങ്കിങ്ങിനും കൂടി വിളിക്കും. ഓക്കെ, കോൾ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വി ഷുഡ് നോട്ട് വാല്യൂ നേച്ചർ ആൻഡ് അതർ ഓർഗാനിസം ഇൻ ദ ടേംസ് ഓഫ് ദയർ യൂസ്ഫുൾനെസ് ടു എസ്. നമ്മൾ ഒരു തരത്തിൽ എന്താണ് എന്താ പറയുക, വാല്യൂ ചെയ്യരുത് നേച്ചറിനെയും അതുപോലെ ഓർഗാനിസത്തിനൊന്നും. ഹി ഫീൽ ദാറ്റ് ആൻ ഇമോഷണൽ ബോണ്ട് ഷുഡ് ബി ബിൽഡ് വിത്ത് നേച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ഇൻ്റലക്ച്വൽ വൺ. അല്ലേ, ഒരു ഇമോഷണൽ ഫീലിംഗ് ആയിരിക്കണം മാനും നേച്ചറും തമ്മിൽ. ഇൻ്റലക്ച്വലിനെക്കാട്ടും ഒരു ഇമോഷണൽ ഫീലിംഗ് ആയിരിക്കണം ബെൻഡ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾസോ we can see the accelerating environment degradation. ആക്സിലറേറ്റിംഗ് എൻവയോൺമെൻറ്റ് അതുപോലെ ഡീഗ്രഡേഷൻ നമുക്ക് കാണാൻ പറ്റും. സീക്സ് ടു റിവേഴ്സ് സെപ്പറേഷൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് കൾച്ചർ. ഇവിടെ നേച്ചർ ആൻഡ് കൾച്ചറിൻ്റെ ഒരു സെപ്പറേഷൻ നമുക്ക് കാണാം. ഹ്യൂമൻ ലൈഫ് ബിക്കെയിം ഫുള്ളർ ആൻഡ് മോർ മീനിങ് ഫുൾ ഓൺലി ഇൻ ദ എൻവയോൺമെൻറ്റ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്, ഇവിടെ നമുക്ക് എന്താ പറയുക, സെപ്പറേഷൻ, റിവേഴ്സ് സെപ്പറേഷനാണ് നേച്ചറും കൾച്ചറും തമ്മിൽ. ആൻഡ് ഓൾസോ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഫുള്ളറാണ്. പിന്നെ അതുപോലെ എന്താണ്, മീനിങ് ഫുള്ളാണ്. പിന്നെ നേച്ചർ എൻവയോൺമെൻറ്റിലുള്ളതാണ്. ദ ഐഡിയാസ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ഈസ്റ്റേൺ റിലീജിയൻ ലൈക്ക് ബുദ്ധിസം ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് പ്രിൻസിപ്പിൾ ഓഫ് ദ എത്തിക്സ്. സോ ഇവിടെ മഹാത്മാഗാന്ധി അതുപോലെ ഈസ്റ്റേൺ റിലീജിയനായ ബുദ്ധിസം ഇവരൊക്കെ എന്താണ് ഈ ഒരു പ്രിൻസിപ്പിളിന്, എൻവയോൺമെൻറ്റ് എത്തിക്സിന് ഇൻഫ്ലുവൻസ് ആയവരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഷാലോ ഇക്കോളജി എന്തിനൊക്കെയാണ് റിജക്റ്റ് ചെയ്യുന്നത്? എക്കോസെൻട്രിസം ആൻഡ് ബയോസെൻട്രിസം. എക്കോസെൻട്രിസത്തിനെയും ബയോസെൻട്രിസത്തിനെയും ഷാലോ ഇക്കോളജി എന്താണ്, ശക്തമായി എതിർക്കുന്നുണ്ട്. ഷാലോ ഇക്കോളജി എന്താണ് ക്ലെയിം ചെയ്യുന്നത്? ദർ ഇസ് നോ നെസസറി റോങ് ബിറ്റ്വീൻ ആന്ത്രപ്പോസെൻട്രിക്കൽ വേൾഡ് വ്യൂ തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, വാല്യുബിൾ ഇൻസോഫറാണ് അല്ലേ, അത് ഹ്യൂമൻ ഇൻട്രസ്റ്റിനനുസരിച്ച് ചെയ്യാനുള്ളതാണ്. ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഷാലോ ഇക്കോളജിസ്റ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റീവ് വാല്യൂ പ്രൗണ്ടഡ് ഓഫ് ഡീപ്പ് എക്കോളജിസ്റ്റ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഷാലോ ഇക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഈസ് സംടൈംസ് ക്യാൻ കോൾ എൻവയോൺമെൻറ്റലിസ്റ്റ്. It is called sometimes an environmentalist. Nature for them is the resource for human welfare. So ഒരു ഹ്യൂമൻ വെൽഫെയറിൻ്റെ എന്താണ്, നേച്ചറാണ്. ഷാലോ എക്കോളജി എന്ന് പറയുന്നത് എന്താണ്, എക്കോളജി ത്രെറ്റ്സ് പിന്നെ ഡേഞ്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഒക്കെയാണ്. ഫ്രം ദിസ് പേഴ്സ്പെക്റ്റീവ് ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ, അത് ഹ്യൂമൻ ഇൻട്രസ്റ്റിനെ കൂടിയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അമേരിക്കൻ ഡിസെൻഗേജ്മെൻറ്റ് വിത്ത് ദ കൈറ്റോ പ്രോട്ടോകോൾ വിച്ച് എയിംസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഈസ് എൻ എക്സാമ്പിൾ. സോ അമേരിക്കനുമായിട്ട് കൈറ്റോ പ്രോട്ടോകോൾ വെച്ചിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കും. A sizable number of environmentalists believe that nature possesses a great power for resilience and deeping crisis will somehow be evaded by the naturals. ഇപ്പോൾ നേച്ചറിൻ്റെ കാര്യങ്ങൾ തന്നെ എന്താണ് ഇവിടെ നമ്മളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡീപ്പായിട്ടുള്ള ക്രൈസിസൊക്കെ നേച്ചർ ഇറ്റ്സെൽഫ് മാറ്റിക്കോളും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എൻവയോൺമെൻറ്റ് ഇസ് എ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സോ എൻവയോൺമെൻറ്റ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ലോറൻസ് ബ്ലൂബെൽ, അദ്ദേഹമാണ് അമേരിക്കൻ ലിറ്റററി സ്കോളറാണ്. അദ്ദേഹം ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്റ്റമസ് അപ്രോച്ചാണ്, അതിൻ്റെ ഒരു അപ്രോച്ചാണ്. പിന്നെ അത് മാത്രമല്ല ഇറ്റ് റെഡ്യൂസസ് ദ എൻവയോൺമെൻറ്റ് ആസ് എൻ ഐഡിയോളജിക്കൽ കൺസെപ്റ്റ്. ഇതൊരു ഐഡിയോളജിക്കൽ കൺസെപ്റ്റായി അതിനെ എന്ത് ചെയ്യും, ഐഡിയോളജിക്കൽ കൺസെപ്റ്റായിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ഇമാജിനേഷൻ ആൻഡ് ജനറേറ്റ് എൻവയോൺമെൻറ്റ് കോൺഷ്യസ്നെസ് ഇൻ ദ ബുക്ക് ദ എൻവയോൺമെൻറ്റ് ഇമാജിനേഷൻ.
സോ അദ്ദേഹത്തിന് ഇവിടെ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിനേഷൻ ആണ്, ഗ്രേറ്റർ എൻവയോൺമെൻറ്റിൻ്റെ ഇമാജിനേഷൻ ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ദ എൻവയോൺമെൻറ്റ് ഇമാജിനേഷൻ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം നേച്ചർ റൈറ്റിംഗ്, പിന്നെ അതുപോലെ ഫോർമുലേഷൻ ഓഫ് അമേരിക്കൻ കൾച്ചർ, ഇതൊക്കെ അതിൽ അവർ ചെയ്തിട്ടുണ്ട് 1995. ലോറൻസ് ബ്ലൂവെൽ എന്ന് പറയുന്നതാണ് പോസിറ്റ് ദാറ്റ് എൻവയോൺമെൻറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലിറ്റററി ടെക്സ്റ്റ് ഇൻ മെനി വേസ്. ഇവിടെ എന്താ പറയുക, ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോള് ഇവിടെ വഹിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ അഡ്വക്കേറ്റ് ന്യൂ വേ ഓഫ് റീഡിങ് ടെക്സ്റ്റ്, പുതിയ റീഡിങ് ടെക്സ്റ്റിൻ്റെ പുതിയൊരു വേ അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് ഓൾസോ ടു ട്രാക്ക് എൻവയോൺമെൻറ്റ് ഇമാജിനേഷൻ ഓഫ് ദം, അവരുടെ എൻവയോൺമെൻറ്റ് ഇമാജിനേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അത് സിമ്പിളായിട്ട് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇക്കോ ഫെമിനിസം. സോ ഇക്കോ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഇക്കോ ഫെമിനിസം ഇസ് എ ഫിലോസഫി മൂവ്മെൻറ്റ് ബോൺ ഫ്രം ബിലീഫ് ഓഫ് ദ പാട്രിയാർക്കൽ സിസ്റ്റം ഓഫ് ഡോമിനൻറ്റ് ആൻഡ് ഒപ്രഷൻ വുമൻസ് ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു എ സിസ്റ്റം ഓഫ് ഡോമിനേഷൻ ഡിസ്കഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്. സോ എക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഈ ഫിലോസഫി പാട്രിയാർക്കൽ സിസ്റ്റം, ഡോമിനൻ്റ് ആയിട്ടുള്ള ഡോമിനൻസിനായിട്ടുള്ള ഒപ്രസ്ഡ് വുമൻസിൻ്റെ ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഫോം ചെയ്തതാണ് ഈ ഡിസ്ട്രക്ഷൻ ഓഫ് എൻവയോൺമെൻ്റ് ആയ എക്കോ ഫെമിനിസം എന്നാണ് പറയുന്നത്. എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പാരലൽ എക്സിസ്റ്റൻസ് ആണ്. ആരൊക്കെ തമ്മിൽ? വുമൻസും അതുപോലെ ഫെമിലിയർ സൊസൈറ്റീസ്, അത് മാത്രമല്ല ഡീഗ്രഡേഷൻ ഓഫ് നേച്ചറും തമ്മിലുള്ള സ്ട്രോങ് പാരലൽ എക്സിസ്റ്റ് ആണ്. സോ ബോത്ത് ആർ ഡൺ ഇൻ മെന്നും അത് ചെയ്യുന്നുണ്ട്. എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഓൾസോ പോസ്റ്റ് ദാറ്റ് മാൻ ഇൻക്ലൂഡ് നേച്ചർ ഡിസാസ്റ്റർ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോ സിസ്റ്റം ആൻഡ് എൻവയോൺമെൻറ്റ് ലീഡ് ടു ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു എക്കണോമിക് ഇഷ്യൂസ് അത് എൻവയോൺമെൻറ്റിലൂടെ ലീഡ് എക്കോ സിസ്റ്റത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു പ്രശ്നം കൊണ്ടും കംപ്ലീറ്റ് പ്രശ്നങ്ങളാണ്. എന്തൊക്കെ? ഡിസ്പ്ലേസ്മെൻറ്റ്, പോവേർട്ടി, സോയിൽ ഇറോഷൻ, ലിവ്ലിഹുഡ് നഷ്ടപ്പെടുന്ന റിസോഴ്സസ് ഒക്കെ വുമണിനെയാണ് മെന്നിനേക്കാൾ കൂടുതൽ. പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ മെന്നാൾക്ക് കൂടുതലും ഹ്യൂമൻസിനാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇക്കോ ഫെമിനിസത്തിൽ 1993 മെരിയ മൈസ് ആൻഡ് Vandana Shiva says that ecofeminism a new term from ancient wisdom. So ancient wisdom നിന്ന് മെരിയ മൈസ് ആൻഡ് വന്ദന ശിവയാണ് ഈ രണ്ട് എക്കോഫെമിനിസം ടേംസിനെ ഡിറൈവ് ചെയ്തത് എന്നാണ് പറയുന്നത് രണ്ടുപേര്. ഈ ഒരു എക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഫെമിനിസ്റ്റ് പീസ് ആൻഡ് എക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1970s and 1980s ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എക്കോ ഫെമിനിസത്തിൽ പറയുന്നത്. പിന്നെ എക്കോ ഫെമിനിസത്തിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒരു മെയിൽ ഓണർഷിപ്പാണ്. ലാൻഡ് ഹാസ് ടു ബി ഡോമിനേറ്റ് കൾച്ചറിലുള്ള ഒരാളാണ്. സോ ഇവിടെ പറയുന്നൊരു കാര്യം, Chai Datta enumerates different branches of ecofeminism as liberal അപ്പോൾ എക്കോഫെമിനിസത്തിന് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഇവിടെ പറയുന്നുണ്ട്. ലിബറൽ എക്കോഫെമിനിസം, കൾച്ചറൽ എക്കോഫെമിനിസം, സോഷ്യൽ എക്കോഫെമിനിസം, സോഷ്യലിസ്റ്റിക് എക്കോഫെമിനിസം. അവരുടെ ബുക്കായ എക്കോഫെമിനിസം റീവിസിറ്റ് 2011 അവർ എഴുതിയിട്ടുണ്ട്. ലിബറൽ എക്കോഫെമിനിസം എന്ന് പറയുന്നത് എക്കോളജിക്കൽ ക്രൈസിസിനെ, പ്രോബ്ലംസിനെ, മെന്നും വുമനും ഉണ്ടാക്കുന്ന പ്രോബ്ലംസിനെ അവർ ജോയിൻ ചെയ്ത് കൺസർവ് ചെയ്യുന്ന നേച്ചർ. കൾച്ചറൽ എക്കോഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? നേച്ചറിൽ കൂടെയും വുമൻസിനെയും അതുപോലെ ഗോഡസിൻ്റെ വർക്ക്ഷിപ്പും കൂടിയിട്ട് ചെയ്യുന്നത്. സോഷ്യൽ എക്കോഫെമിനിസം എന്ന് പറഞ്ഞാൽ ഐഡിയ, ഡോമിനേറ്റ് നേച്ചർ റിഫ്ലക്ട് ചെയ്യുന്ന ഹ്യൂമൻസിനെ നമ്മൾ കാണിക്കുന്നത്. ഇനി ഇവിടെ സോഷ്യലിസ്റ്റ് എക്കോഫെമിനിസം എന്ന് പറയുന്നത് ആക്റ്റീവ് സബ്ജക്റ്റാണ്, ഹ്യൂമൻസിൻ്റെ പോലെ ആക്റ്റീവായിട്ടുള്ള സബ്ജക്റ്റാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സബ്സ്റ്റൻഷ്യബിൾ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ സീക്ക് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എക്കോഫെമിനിസത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ആന്ത്രപ്പോസെൻറ്ററിസം. സോ ഈ പ്ലേസിൽ ഹ്യൂമൻ ബീങ്സും സെൻറ്റർ ചെയ്യുന്നത് എവിടെയാണ്? യൂണിവേഴ്സിലാണ്. Anthropocentrism believes that human beings are only possess of all essential value. ഇവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് എല്ലാ ഒരു വാല്യൂസിൻ്റെ ആവശ്യമുള്ളത്. നോൺ ഹ്യൂമൻ ഓർഗനൈസേഷനും ഈ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും ഹ്യൂമാനിറ്റി ഒക്കെ കിട്ടണം. ആസ് എ ഫിലോസഫി ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ വാക്ക് ഓഫ് ലൈഫ് ബട്ട് ഈസ് മോർ പെർമനൻറ്റ് ടു എക്കോളജിക്കൽ ഡിസ്കഷൻ. അല്ലേ, ഇവിടെ കൂടുതൽ എക്കോളജിക്കൽ ഡിസ്കഷനാണ്. എക്കോസെൻട്രിസം ടേക്സ്
അപ്രോച്ചസ്. ഇവിടെ എക്കോ സെൻട്രിസമാണ് കൂടുതൽ അപ്രോച്ചസ് എടുക്കുന്നത്. ഓക്കെ, then also 8 enlightenment values of tenets of liberal humanism have forfeited the centrality of human beings. ഇവിടെ ഹ്യൂമൻസിന്റെ സെൻട്രാലിറ്റിയാണ് ബേസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആന്ത്രപ്പോസെൻട്രിസം. ആന്ത്രപ്പോസെൻട്രിസം ponders over the exalting പൊസിഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ആ ഒരു പൊസിഷനെയാണ് ഇവിടെ അവർ പറയുന്നത്. പിന്നെ ഹ്യൂമൻസിൻ്റെ മാസീവ് ഡിപ്ലീഷനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് റിസോഴ്സസ്, ഹ്യൂമൻസിൻ്റെ നാച്ചുറൽ ഡിപ്ലീഷൻ, അതുപോലെ ഡിപ്ലീഷൻ ഓഫ് നേച്ചർ റിസോഴ്സസ്, പിന്നെ അതുപോലെ വൈൽഡ് ലൈഫ്, ബയോഡൈവേഴ്സിറ്റി, കോസസ് ഓഫ് ഹ്യൂമൻസ് ഹാർഡ്ഷിപ്സ് ടു സർവൈവ് ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് മെൻ ആൻഡ് വുമൻ ഓഫ് ദ തേർഡ് വേൾഡ്. ഓക്കെ, സോ ഇതിൻ്റെ എക്കോക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്? എക്സോട്ടിങ് ഹ്യൂമാനിറ്റി ആണ് അല്ലേ. എൻവയോൺമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എക്സോട്ടിങ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇക്കോ ഫെമിനിസത്തിൻ്റെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഉള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഞാൻ പരമാവധി ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.